ഇലോൺ മസ്കിന്റെ സഹായം തന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നതിൽ ട്രംപ് വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ട്വിറ്ററിന്റെ രൂപത്തിലാണെങ്കിലും ശരി, പണമായിട്ടാണെങ്കിലും ശരി. മസ്ക് വളരെയധികം ട്രംപിനെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ മസ്കിന്റെ സഹായത്തോടു കൂടി ഇപ്പോൾ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് അധികാരത്തിലേക്ക് എത്തുമ്പോൾ പക്ഷെ ഒരാൾ മാത്രം മസ്കിനെയും ട്രംപിനെയും പിരാഗി കൊല്ലുകയാണ്. മറ്റാരുമല്ല, ഇലോൺ മസ്ക് ജന്മം കൊടുത്ത സ്വന്തം മകൾ. ഇലോൺ മസ്കിന്റെ മകള് തന്നെ ഇലോൺ മസ്കിനെയും ഡൊണാൾഡ് ട്രംപിനെയും നീ മുടിഞ്ഞു പോകുമടാ പണ്ടാരക്കാല എന്ന് പറഞ്ഞ് പ്രാകുകയാണ്. എന്തുകൊണ്ടാണിത് സംഭവിച്ചത്? എന്താണ് ഇതിന്റെ പിന്നിലെ കാരണങ്ങൾ? ഇലോൺ മസ്കിന്റെ മകൾ വിവിയൻ ജെന വിൽസൺ 2004 ജനിക്കുന്നത്. ഇലോൺ മസ്കിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളിൽ ഒരാൾ തന്നെയാണ് വിവിയൻ ജെന വിൽസനും. പക്ഷെ പിന്നീട് ഇവരൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. 2022 വരെ തന്റെ പിതാവായ ഇലോൺ മസ്കുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു ഈ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നത്. എന്നാൽ 2022 മുതൽ പിതാവുമായിട്ട് അകന്നു കഴിയുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ട്രംപ് 2 ജെൻഡർ മാത്രമേ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിയമം മൂലം അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന 2 ജെൻഡർ മാത്രമേ ഉള്ളൂ. ട്രാൻസ്ജെൻഡറുകൾ എന്ന് പറയുന്ന വിഭാഗത്തെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അമേരിക്കയിൽ ഞാൻ ഒരു ഭാവി കാണുന്നില്ല. ഈ ട്രംപ് 4 വർഷമേ ഉള്ളൂ എങ്കിൽ പോലും ഈ 4 വർഷത്തിലേക്ക് അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തവരുടെ മാനസിക നിലയെക്കുറിച്ചൊക്കെ ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ നടന്നത്, ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേകിച്ച് ഒരു പരിഗണനയും കൊടുക്കില്ല എന്ന്. അപ്പോൾ ഇലോൺ മസ്ക് ആണ് ട്രംപിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്വന്തം പിതാവ് തൻ്റെ നിലനിൽപ്പിന് തന്നെ എതിരായി പ്രവർത്തിച്ചു എന്നാണ് ഈ പെൺകുട്ടി കരുതുന്നത്. അമേരിക്ക വിട്ടുപോകാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ ഇട്ട ഒരു ട്വീറ്റ് ഒക്കെ വളരെയധികം ചർച്ചയായിട്ടുണ്ട്. ഇനി അമേരിക്കയിൽ താൻ ഒരു ഫ്യൂച്ചർ കാണുന്നില്ല എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. അപ്പോൾ ഈ വിവിയൻ ഇങ്ങനെ ഒരു പ്ലാൻ അനൗൺസ് ചെയ്തതിന് തൊട്ടു പിന്നാലെ നമ്മുടെ ഇലോൺ മസ്ക് അദ്ദേഹത്തിന്റെ x.com എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയാണ് എഴുതിയത്: ദ വോക്ക് മൈൻഡ് കിൽഡ് മൈ സൺ എന്നാണ് അദ്ദേഹം എഴുതിയത്. മസ്കിന് മറുപടിയുമായിട്ടൊക്കെ ഇവർ വന്നിട്ടുണ്ട്. മാത്രമല്ല, തൻ്റെ പിതാവ് കോൾഡും ക്രൂവലുമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു കുഞ്ഞെന്നുള്ള നിലയിൽ തന്നെ കെയർ ചെയ്തിട്ടില്ല. ഒട്ടും കെയറിംഗ് ആയിട്ടുള്ള ഒരു ആളല്ല അദ്ദേഹം അൺകെയറിംഗ് ആയിട്ടുള്ള ഒരു ആളും ഒപ്പം നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണെന്നുമാണ് ഈ പെൺകുട്ടി മസ്കിനെ കുറിച്ച് പറഞ്ഞത്. അവർ രാജ്യം വിടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടേക്ക് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമല്ല. പോയിട്ടുണ്ടോ എന്ന് നമുക്കിപ്പോൾ അറിയില്ല. അതായത് അമേരിക്കയിൽ ഇനി ട്രാൻസ്ജെൻഡേഴ്സിന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ ഒരു ഫ്യൂച്ചർ ഞാൻ കാണുന്നില്ല. അതായത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഇലോൺ മസ്കിന്റെ മകൻ അല്ലെങ്കിൽ മകൾ, മസ്ക് മകൻ എന്ന് പറയുന്നു, അത് മകളാണെന്ന് ആ പെൺകുട്ടി പറയുന്നു. എന്താണെങ്കിലും ആ ഒരു പെൺകുട്ടി അവർ രാജ്യം വിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ രാജ്യം വിട്ട് ഓടിയിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. സോ തൻ്റെ പിതാവിനെയും ഡൊണാൾഡ് ട്രംപിനെയും ശപിച്ചുകൊണ്ടാണ് അവർ നാട് വിട്ടു പോകുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.